തെള്ളാടാ. ഒരു മിനിറ്റ് പാസ്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സിനിമ കണ്ടിട്ട്? ഒരു നല്ല എൻ്റർടൈനറാണ്. എല്ലാവരും തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ ബദ്ലേവിന് പൊതുവെ പ്രൊമോഷൻസ് കുറവായിരുന്നു. ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണോ അതിന് കാരണം? അത് നിങ്ങൾ ഭാവന സ്റ്റുഡിയോസ് എല്ലാവരും ഒന്നിച്ച് ജസ്റ്റ് ഒരു അവിടെ നിന്നായി പുറത്തോട്ട് മൊത്തം അടിയായിരിക്കും. അല്ല അത് കിട്ടത്തില്ല, അവിടെ നിന്ന് കിട്ടത്തില്ല, ദൂരെ പോയ സൗണ്ട് കിട്ടത്തില്ല, അതാ പ്രശ്നം. നല്ലപോലെ കിട്ടുന്നില്ല. ഓക്കെ, മമിത പടം കഴിഞ്ഞു, അടിപൊളി പടം, ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഭയങ്കര ഹാപ്പി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്. സന്തോഷം. ഒരു കോംബോ ആദ്യമായിട്ടാണല്ലോ? ആദ്യമായിട്ടല്ല, ബോസൻ കോയിലുണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, ഇത്രയും അതെ അതെ അതെ. അപ്പം തിയേറ്റർ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് വർക്കായോ? എനിക്ക് ചിരിയെ കണ്ടില്ലേ? കിട്ടിയ പടം. താങ്ക് യു കേട്ടോ, സന്തോഷം. മലയാളികൾക്ക് പുതിയൊരു കോമ്പോനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാവട്ടെ. ഷാംബ്രോ കാന്താര റെഫറൻസ് എന്തൊക്കെയാണ് കാണുന്നത്? ചിരിപ്പിച്ച് റെഫറൻസ് അല്ല, നമ്മളൊരു ബാധകീർന്നൊരു കിളി പോയ ഒരാളുടെ പരിപാടിയാണ്. കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണുക തിയേറ്ററിൽ. പറഞ്ഞ പോലെ ഗിരീഷിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, എപ്പോഴും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് തന്നിട്ടുള്ള ഒരാളാണ്. നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു സീനാണെങ്കിലും അത്രയും ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് അത് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തലയ്ക്കൊരു ഇടിയൊക്കെ കിട്ടിയായിരുന്നു ആ സമയത്ത്. എല്ലാവരും കാണുക തിയേറ്ററിൽ. താങ്ക് യു. ഒരു വെറൈറ്റി ജേക്ക് അല്ലേ? ജേക്കെ ഉണ്ട് അതിൽ. അല്ല, വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഇതിലൊരു ചെറിയ അതെ. എന്തായാലും ഓണം തൂക്കി. താങ്ക് യു.